നമുക്ക് അയർലൻഡിൽ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ്, അതായത് പ്രിസ്ക്രൈബ്ഡ് മരുന്നുകൾ, നമുക്ക് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻസ് ഒക്കെ വാങ്ങുമ്പോൾ പൈസ കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പൈസ ഒരു ഫാമിലിക്ക് 80 യൂറോ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ കൊടുക്കേണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു DPS കാർഡ് എന്ന് പറഞ്ഞ കാർഡ് എടുത്താൽ മതി. ഡ്രഗ് പേയ്മെൻറ്റ് സ്കീം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാട്ടോ അതിൻ്റെ ഇത് വരുന്നത്. അതായത് ഒരു ഫാമിലിയിൽ 2 അഡൽട്ടും കുട്ടികളും 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ 23 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർ ഫുൾ ടൈം എഡ്യൂക്കേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അവരെയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഫാമിലിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫാമിലിയുടെ എക്സ്പെൻസ് ഒരു കലണ്ടർ മന്തിൽ 80 യൂറോ കൂടുതൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ഓക്സിജനൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെൻറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. CPAP അങ്ങനെ എന്തെങ്കിലും മെഷീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റെൻറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളുടെ ചിലവ് ഒരു മാസം 80 യൂറോ കൂടുതൽ. പ്രത്യേകിച്ച് ഇൻസുലിൻ ഷുഗർ ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് ഡയബറ്റിക് ആവുന്നവർക്കാണെങ്കിൽ അതിൻ്റെ സ്ട്രിപ്പ് വാങ്ങലും അല്ലെങ്കിൽ അതിൻ്റെ ഇൻസുലിൻ ഉണ്ടെങ്കിൽ ഇൻസുലിൻ വാങ്ങലും, അതിൻ്റെ കൂട്ടത്തിൽ പിള്ളേർ സിക്കായി കഴിഞ്ഞ് പിള്ളേരുടെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ വാങ്ങുമ്പോൾ. പക്ഷേ ഇപ്പോഴും ഇവിടെ വരുന്നവർ ഡ്രഗ് പേയ്മെൻറ്റ് സ്കീം അല്ലെങ്കിൽ DPS കാർഡ് എടുത്ത് വെക്കുന്നതാണ് നല്ലത്. നമുക്ക് യാതൊരു എന്താ പറയുക, അതിന് വേറെ ക്രൈറ്റീരിയ ഒന്നുമില്ല. നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്തായാലും കിട്ടും. മെഡിക്കൽ കാർഡ് ഉള്ളവർക്കാണ് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം മെഡിക്കൽ കാർഡിലെ എല്ലാ എക്സ്പെൻസും കവറായി പോയിക്കോളുമല്ലോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തന്നെ അയർലൻഡിൽ വരുമ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യേണ്ടതാണ്, DPS കാർഡ് എടുക്കാമെന്നുള്ളത്. അതിൻ്റെ ഒന്നെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഫോം കിട്ടും, ആ ഫോം വഴിയായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് DPS കാർഡ് എന്ന് പറഞ്ഞ ഫോം എന്നും പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.